പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ ജൂൺ മാസത്തില് തിരുഹൃദയത്തിന്റെ ഈ വണക്കമാസത്തില് പങ്കുചേർന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി, മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും 3 നിയോഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച ഈ മക്കളെ അവിടുന്ന് പ്രത്യേകമാവിധത്തില് ഇന്ന ദിനം അനുഗ്രഹിക്കണമേ. ഈ ജൂൺ മാസത്തിന്റെ അവസാനത്തെ ഈ ദിവസത്തില് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തില് തിരുഹൃദയത്തിന്റെ വണക്കമാസം കാലം കൂടുന്ന ഈ അവസാന ദിവസത്തില് അങ്ങയുടെ മക്കൾക്ക് വേണ്ട എല്ലാ കൃപാദാനങ്ങളും അനുഗ്രഹങ്ങളും നിറച്ചു നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, കൃപ നിറയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഇവരെ നശിപ്പിക്കാനോ തകർക്കാനോ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ നിർവീര്യമാക്കപ്പെടട്ടെ. അങ്ങേ തിരുഹൃദയത്തിൽ ഇവർക്കെല്ലാവർക്കും സുരക്ഷിതമായ സംരക്ഷണം നിറച്ചു നൽകി ആ ഹൃദയ സ്നേഹത്തിൽ നിന്ന് ഈ മക്കൾക്കും കുടുംബത്തിനും ഇവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ട എല്ലാ കൃപാദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജൂൺ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തില് നമ്മൾ ഇതാ എത്തി നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകമാവിധ വിശ്വയ്ക്ക് നന്ദി പറയും. ഈ ദിവസങ്ങളൊക്കെയും തിരുഹൃദയ സ്നേഹത്തിൽ ഉറപ്പുള്ള വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തിരുഹൃദയനാഥന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ വിശുദ്ധ കുർബാനയിൽ ദിവ്യ കാരുണ്യത്തിൽ ചേർന്നിരുന്നുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാനും, നമ്മുടെ മക്കളെ സമർപ്പിക്കാനും, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഉറപ്പിച്ചോ? അതിനാൽ തന്നെ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല, തടസ്സപ്പെടില്ല, ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. നമ്മൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 12ാമത്തെ തിരുഹൃദയ വാഗ്ദാനം നമ്മളൊന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. പക്ഷെ പറയാണ്, 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം ഞാൻ നൽകും. എന്റെ അനുഗ്രഹം കൂടാതെയോ കൂദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കുകയില്ല. അവരുടെ മരണത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ എന്റെ തിരുഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമായിരിക്കുമെന്ന് എന്റെ സ്നേഹാതിരേഖത്താൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. തിരുഹൃദയ സ്നേഹത്തില്, വിശുദ്ധ കുർബാന ബന്ധത്തില് ആദ്യ വെള്ളിയാഴ്ചകൾ 9 ആദ്യ വെള്ളിയാഴ്ചകൾ നിരന്തരമായ തിരുഹൃദയ ഭക്തി. നമുക്കറിയാം, ആദ്യ വെള്ളിയാഴ്ച തിരുഹൃദയത്തിന്റെ പ്രത്യേക അനുഗ്രഹമുള്ള വെള്ളിയാഴ്ച, തിരുഹൃദയത്തിന്റെ ദിവസമാണ്. ഈ വെള്ളിയാഴ്ചകളില് ഈശോയുടെ ഈ തിരുഹൃദയ സ്നേഹത്തെ സ്വന്തമാക്കി ജീവിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ. ഇവിടെ മക്കളെ, ഇതൊക്കെ, ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മെ പ്രചോദിപ്പിക്കുന്നത്, ഈശോ വിളിക്കുന്നത് ഈശോയോട് ചേർന്ന് ആ തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ച് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വന്തമാക്കി ഈശോയിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം തന്റെ മക്കൾ ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ ഇതിലൂടെയൊക്കെ ഈശോയുടെ മനസ്സ്, ഇന്ന് നമ്മള് ഈ 30ാമത്തെ ദിവസത്തിലെ വണക്കമാസത്തിലെ പ്രാർത്ഥനയില് പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ ഒരു മനസ്സാണ്. എന്നറിയോ? തിരുഹൃദയനാഥൻ തന്റെ അമ്മയോടുള്ള ഭക്തിയില് ജീവിക്കണം തന്റെ മക്കളെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയെ കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകി. ആ അമ്മയുടെ മക്കളായിട്ട്, അമ്മയുടെ സംരക്ഷണത്തില് നമ്മൾ ജീവിക്കണമെന്ന് തിരുഹൃദയനാഥൻ ആഗ്രഹിക്കുന്നു. ആ അമ്മയെ ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിച്ച്, ഈശോ ചേർത്ത് പിടിച്ച പോലെ ചേർത്ത് പിടിച്ച്, ആ അമ്മ ഈശോയെ നോക്കിയ പോലെ അമ്മയെ നോക്കി പരിചരിച്ച് കൃപയിൽ വളർത്തി അമ്മ ബന്ധത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് തിരുഹൃദയനാഥൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ജപത്തിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. എന്നെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സ്നേഹം നോക്കിക്കേ. നമ്മൾ ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ തന്നെത്തന്നെ നൽകി, അമ്മയെ നൽകി, അമ്മ ബന്ധം നൽകി. ജപമാലയിലൂടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെടാത്ത ഒരു വലിയ കൃപയുടെ സംരക്ഷണത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ തിരുമനസ്സായി. അങ്ങനെ
നമ്മളാരും നശിച്ചു പോകാതെ നമ്മൾ വളരണം. നമ്മുടെ മക്കൾ വളരണം, അവർ പഠിക്കണം, അവർ ജയിക്കണം. അവരെ ഒന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ അവരെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതിനുവേണ്ടി തിരുഹൃദയനാഥൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങള് അതെല്ലാം സ്വന്തമാക്കി ജീവിക്കുവാൻ, ആ കൃപയിൽ വളരുവാൻ, ആ ബന്ധത്തിൽ ജീവിക്കുവാൻ നമ്മുടെ മക്കൾക്കും നമുക്കും ഇടയാകണം. അതുകൊണ്ട് ഈ 30-ാം ദിവസത്തില് പ്രത്യേകമാം വിധത്തില് നമ്മളിത് വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കും. സഭയുടെ നേതൃസ്തംഭങ്ങളായിട്ട് നിൽക്കുന്ന 2 വിശുദ്ധാത്മാക്കള്, ഇന്നലെ പത്രോസ്ലീഹ, ഇന്ന് പൗലോസ്ലീഹ, വചനത്തിന്റെ അടിസ്ഥാനത്തില്, കൃപാ ജീവിതത്തില്, ദൈവകൃപയില്, ദൈവബന്ധത്തില് ആഴപ്പെട്ട് ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടമായിട്ട് കണക്കാക്കി യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്വന്തമാക്കിയ മഹാവിശുദ്ധൻ പൗലോസ്ലീഹ ജഡത്തിന്റെ വ്യാപാരങ്ങളെ ആത്മാവിനാൽ നിഹരിച്ച ആ വലിയ ശക്തി ഇന്ന് നിറഞ്ഞു നിൽക്കുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി തിരുഹൃദയ സ്നേഹത്തെ സ്വന്തമാക്കി ഈശോയ്ക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ഉച്ചിഷ്ടം പോലെ കരുതി പരിശുദ്ധമ്മ ബന്ധത്തില് അമ്മയുടെ സ്വന്തം മക്കളായി ജീവിച്ച് കർത്താവിന്റെ ശക്തിയായി മാറാൻ, കർത്താവിന്റെ കൃപയായിട്ട് മാറാൻ, കർത്താവിന്റെ ശക്തിയുടെ പ്രകടനമായിട്ട് മാറുവാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മക്കളുടെ പഠനത്തിന്, ജീവിതത്തിന്, സകലമാന പ്രവൃത്തികൾക്കും ഇടയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെടുത്ത് ഒരിക്കൽ കൂടി അച്ഛൻ നന്ദി പറയാം. ഇനി നമ്മള് നാളെ ജൂലൈ മാസത്തിലേക്ക് പ്രവേശിക്കുക. തിരുരക്തത്തിന്റെ പ്രത്യേക വണക്കം നിറയപ്പെട്ട മാസമാണ് ജൂലൈ മാസം. ഈ മാസത്തില് നമ്മള് പരിശുദ്ധ അമ്മയുടെ 2 തിരുനാൾ ആഘോഷിക്കും. ജൂലൈ 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവ്, ജൂലൈ 16-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട കർമ്മലീത്ത സഭയുടെ അടിസ്ഥാനം ആയ കർമ്മന മാതാവ്. ഭയങ്കര അഭിഷേകത്തോടു കൂടി ഈ ജൂലൈ മാസത്തില് നമ്മൾ നമ്മുടെ പ്രാർത്ഥന തുടരും. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി, കൃപയ്ക്ക് മേൽ കൃപയില്, തിരുരക്തത്തിന്റെ സംരക്ഷണത്തില്, പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഉത്തരീയ സംരക്ഷണത്തില്, റോസാ മിസ്റ്റിക്ക മാതാവിന്റെ ശക്തമായ സന്ദേശങ്ങളില് നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, സഭയെ, പൗരോഹിത്യത്തെ പടുത്തുയർത്തുവാൻ വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നാളെ മുതൽ ആരംഭിക്കും. മക്കൾക്ക് വേണ്ടി തിരുരക്തത്തിന്റെ തണലിൽ സമർപ്പിച്ചുകൊണ്ട് തിരുരക്തത്തിന്റെ സംരക്ഷണം, ശക്തി, രക്ഷാകര പ്രവൃത്തികൾ എല്ലാം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മൾ വീണ്ടും തുടരുകയാണ്. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ ഒക്കെ കർത്താവുമായുള്ള ബന്ധത്തില് നമ്മൾ വളർത്തണം. ജീവന്റെ സമൃദ്ധിയില് നിലനിർത്തണം. ജീവൻ ലഭിക്കണോ, ജീവന് വളരണോ, അതിനുവേണ്ട അഭിഷേകം, കൃപ, ആഹാരം, അതിന് വേണ്ട അഭിഷേകം സ്വീകരിക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ജൂൺ മാസത്തോട് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ നിങ്ങൾ പറയുകയാണ്, നമ്മുടെ ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷയും മുടങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകര് പറഞ്ഞു, അച്ഛാ ഇതൊരു കരുത്താണ്, ഇതൊരു ആശ്വാസമാണ്, ഇതൊരു ബലമാണ്, ഇതൊരു ഉറപ്പിക്കലാണ്, ഇത് കർത്താവിന്റെ വിശ്വസ്തതയാണ് ഈ ശുശ്രൂഷ. ഇത് അനേക മക്കളിലേക്ക് വീണ്ടും വീണ്ടും അച്ഛൻ പറയാ, നിങ്ങൾ ഇത് പങ്കുവെച്ചു കൊടുക്കണം. നിങ്ങൾ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ അനേക മക്കളിലേക്ക് എത്തുവാൻ ഈ മീഡിയ ഇടയാകും. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവികാരുടെ യാത്രകൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസത്തെ വെള്ളാങ്കണ്ണി യാത്ര, കർത്താവിന്റെ സാന്നിധ്യത്തിലൂടെ പോയ യാത്ര മറക്കാൻ പറ്റില്ല. രാത്രി ഉറങ്ങുമ്പോ പോലെ എപ്പോഴും ആ ഒരു കർത്താവിന്റെ കൂടെ, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ടുള്ള യാത്ര, അത് അഭിഷേകത്തിൻ്റെതാണ്. ഈ കാലഘട്ടത്തില് കർത്താവ് നമുക്ക് നൽകിയ ശുശ്രൂഷകളെ ഓർത്ത്, ഈ സ്നേഹത്തെ ഓർത്ത്, ഈ കരുണയോർത്ത്, ഈ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലകളെ ഓർത്ത്, ഈ വലിയ കൂട്ടായ്മയോർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കാം. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തണം, ഷെയർ ചെയ്യണം, ഗ്രൂപ്പുകളിലൊക്കെ ഇടണം. അനേകയിടങ്ങളിൽ ഇടിച്ചു കയറുന്ന വലിയൊരു അഭിഷേക ശുശ്രൂഷ മാറട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയില് ഈ അവസാനത്തെ ദിവസത്തെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ജൂൺ മാസത്തില് തിരുഹൃദയ ഭക്തിയില്
ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തിയാക്കിക്കൊണ്ട് തിരുഹൃദയത്തിലൂടെ അങ്ങ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങള്, സംരക്ഷണം, ജീവന്റെ സമൃദ്ധി എല്ലാം സ്വന്തമാക്കുവാൻ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളിലും ഞങ്ങളുടെ കൂടെയും എപ്പോഴും വസിക്കുന്ന ആ വലിയ സ്നേഹത്തെയോർത്ത്, ആ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ജൂൺ മാസത്തിന്റെ ഈ അവസാന ദിവസത്തില് കർത്താവ് ഈ മാസം മുഴുവനും അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെയോർത്ത് യാതൊരു തടസ്സവും കൂടാതെ ഈ ശുശ്രൂഷയിൽ ആയിരുന്ന് മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി 3 നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനെയോർത്ത് നന്ദി പറയുമ്പോ അങ്ങയുടെ വലിയ കൃപയാൽ, അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്താൽ കർത്താവ് ഇന്ന ദിനത്തില് അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. ഇവിടെ കുടുംബങ്ങളെ, ഇവരുടെ മക്കളെ, ജീവിത മേഖലകളെ, നിയോഗങ്ങളെ ഈശോയെ ഫലദായകമാക്കിക്കൊണ്ട് അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് ഈശോയെ വിശുദ്ധ കുർബാനയിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് വലിയ ശക്തി ഈ മക്കളിലേക്ക്, ഇവിടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. പിശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ദുർഭൂതങ്ങള്, രോഗപീഠകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, മ്ലേച്ഛതകള്, അശുദ്ധി, അടിമത്തങ്ങള്, മൊബൈലിന്റെ പിടി, ലഹരിയുടെ പിടി, സൈകബത്തിന്റെ പിടി സ്വയെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുമാറി പോകട്ടെ. സമാധാനം, സന്തോഷം, സ്നേഹം, വലിയ ആശ്വാസം, വലിയ ജീവന്റെ സമൃദ്ധി, വലിയ പ്രകാശം തിരുഹൃദയത്തിൽ നിന്ന് എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളികൾ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ അങ്ങയുടെ മക്കളിൽ ഇന്ന് പൂർത്തിയാകട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, തിരുഹൃദയ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു, ദിവ്യകാരുടെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. തിരുഹൃദയ സ്നേഹത്തിൽ ഞങ്ങൾ വളരാൻ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ, ഇന്ന് പ്രത്യേകിച്ചും അമ്മ മാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ, വളരാൻ അങ്ങ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിന് ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തില്, കുടുംബത്തില് തിരുഹൃദയത്തിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഈ അവസാന ദിവസം എന്നേക്കുമായിട്ട് ഞങ്ങൾ എടുത്തു വെച്ച് പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ സംരക്ഷണം കർത്താവ് ഞങ്ങൾക്ക് ഉറപ്പുള്ളതായി അനുഭവിക്കാൻ ഇടയാകട്ടെ. അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ ഇടയാകട്ടെ. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങൾക്കും ജീവിക്കാൻ വേണ്ട കൃപയും അനുഗ്രഹവും എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോ, ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. ഞങ്ങളുടെ മക്കൾ നിയോഗങ്ങളുടെ മേൽ നിങ്ങൾ കരുണയായിരിക്കണം. അമ്മ മാതാവിന്റെ ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളുടെ മക്കൾക്കെല്ലാം ഇടയാകട്ടെ. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ ദിവസത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഈ വണക്കമാസത്തിന്റെ ചൈതന്യത്തില് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപം. ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യ ഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങേ മാധുര്യം നിറഞ്ഞ തിരുഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാപിയായ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കയാൽ എന്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതെ ഇരിക്കുന്നത് എങ്ങനെ? സ്നേഹം നിറഞ്ഞ ഈശോയെ, എന്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ അമ്മയുടെയും സ്നേഹത്തിൽ നിലനിൽക്കാനും അങ്ങേ വളർത്ത പിതാവായ വിശുദ്ധ യോസേഫ് പിതാവ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൗസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ കയ്യേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്കിടവരുത്തി അരുളണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്
പരിശുദ്ധമ്മ ബന്ധത്തില്, യോസേപ്പിതാവ് ബന്ധത്തില്, ഹൃദയ ബന്ധത്തില് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ കൃപയരുളണമേ. ഈശോ, മറിയം, യൗസേപ്പേ എന്നുള്ള വിളി, ആ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില് നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ആ വലിയ പദ്ധതി, സ്വർഗീയ പദ്ധതി, തിരുഹൃദയത്തിന്റെ വലിയ ഹിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. മാതൃഭക്തിയിലും യോസേപ്പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലും തിരുകുടുംബത്തിന്റെ നിറസാന്നിധ്യമായ ഈശോ, മറിയം, യൗസേപ്പ് ആ വലിയ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. തിരുഹൃദയത്തിൽ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സൽക്രിയ. ഈശോയുടെ തിരുഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക. കർത്താവിന്റെ വലിയ അനുഗ്രഹം ഈ മാസം മുഴുവനും നമ്മെ നിറച്ചു നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയാം. കർത്താവിന്റെ തിരുഹൃദയ സ്നേഹം, ദിവ്യകാരുണ്യ സ്നേഹം നിറച്ചു നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ വലിയ സ്വപ്നമായ ദൈവത്തിന്റെ പദ്ധതിയായ നമ്മുടെ ദിവ്യകാരുണ്യ യാത്ര, യഹോവ ക്ഷമ, കർത്താവ് ഇവിടെയുണ്ടെന്ന് പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കാൻ ഈ ജൂൺ മാസത്തില് കർത്താവ് ഇടയാക്കി. തിരുഹൃദയ സ്നേഹത്തിന്റെ, ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ വലിയ അനുഭവമാണ് ഈ നാളുകളിൽ നമുക്ക് അനുഭവിക്കാൻ ഈ മാസത്തിൽ പ്രത്യേകം കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് ഈശോയുടെ കൂടെ തിരുഹൃദയ സ്നേഹത്തില്, തിരുഹൃദയ സംരക്ഷണത്തില് കർത്താവ് ഇവിടെയുണ്ട്. അത് അനുഭവിച്ച് സ്വന്തമാക്കി പ്രഘോഷിച്ച് ജീവിക്കാൻ, മക്കൾ പഠിക്കാൻ, വിജയം പ്രാപിക്കാൻ, ഉന്നതമായ നില പ്രാപിക്കാൻ, ജോലിയില്, ബിസിനസ്സില്, പഠനത്തില്, കുടുംബത്തില്, പൗരോഹിത്യത്തില്, ശുശ്രൂഷയിലൊക്കെ വലിയ അഭിഷേകം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ, മക്കൾക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ജീവിതങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ വാഗ്ദാനങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് ഈ അവസാനത്തെ ദിവസം, ഈ ജൂൺ മാസത്തിന്റെ ഈ വണക്കമാസത്തിന്റെ അവസാന ദിവസം പ്രത്യേക അനുഗ്രഹമാണ് കർത്താവ് നൽകുന്നത്. ആശീർവാദത്തിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് നന്ദി പറയും മക്കളുടെ നിമിഷം. ഒരു മാസക്കാലം തിരുഹൃദയ സ്നേഹം അനുഭവിച്ച് ആ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട്
കർത്താവ് നൽകിയ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും നമ്മുടെ മക്കളെ സമർപ്പിക്കാനും നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നലെ അനേകം മക്കൾ ഇവിടെ കടന്നു വന്നു. മക്കൾക്ക് വേണ്ടി തിരുഹൃദയ സന്നദ്ധിയില്, ദിവ്യകാരുണ്യ സന്നദ്ധിയില് ബലിയർപ്പിച്ച് ആരാധനയ്ക്കിരുന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വലിയ കരുണ എല്ലാ കുടുംബങ്ങളും എല്ലാ മക്കളും അനുഭവിക്കാൻ ഇടയാക്കി. നന്ദിയോടെ കർത്താവിൽ ജീവിക്കാൻ, കർത്താവിൽ വളരാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ട വലിയ അഭിഷേകത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ നാളെ മുതൽ ജൂലൈ മാസം തിരുരക്തത്തിന്റെ, കർത്താവിന് തിരുരക്തത്തിന്റെ വണക്കമാസമാണ്. തിരുരക്തത്തിന്റെ ഉന്നതമായ അഭിഷേകത്തെ കുറിച്ച്, തിരുരക്തത്തിന്റെ ശക്തിയെ കുറിച്ച്, തിരുരക്തത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച്, തിരുരക്തത്തിന്റെ രക്ഷാകര പദ്ധതികളെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെയും തിരുരക്തത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുരക്തത്തിന്റെ തണലില് ഈ മാസം മുഴുവനും നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ആഘോഷിച്ചുകൊണ്ട് ദൈവകൃപയുടെ സമൃദ്ധിയില് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒരു നിമിഷം നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഈശോയെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ അഭിഷേകത്തിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.